അയ്യന്തോൾ കളക്ടറേറ്റ് പരിസരത്തെ പക്ഷിശല്യത്തെക്കുറിച്ച് പരിശോധിക്കുന്നതിനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. അയ്യന്തോൾ ജനകീയ സമിതിയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്ന ദേശാടന പക്ഷികളുടെ ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അയ്യന്തോൾ ജനകീയ സമിതി ആരോഗ്യമന്ത്രി വീണ ജോർജിന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഏതാനും വർഷങ്ങളായി മഴക്കാലമായി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പക്ഷികൾ കളക്ടറേറ്റിനും കുട്ടികളുടെ പാർക്കിനും സമീപത്തെ മരച്ചിലകളിൽ കൂടുകൂട്ടുകയാണ്. കളക്ടറേറ്റിലേക്ക് നടന്നും ഇരുചക്ര വാഹനങ്ങളിലും എത്തുന്നവരുടെ ദേഹത്തു മുഴുവൻ അവയുടെ കാഷ്ടം വീഴും. പക്ഷികളുടെ ചത്തുചീഞ്ഞ ജഡങ്ങളും വഴിയിൽ നിറയും. ഇതോടെ പരിസരം മുഴുവൻ ദുർഗന്ധം പരക്കും. പക്ഷികളുടെ കാഷ്ടത്തിന്റെ പൊടികൾ കാറ്റിൽ വ്യാപിക്കുന്നതും ശ്വസിക്കുന്നതും പലവിധ രോഗങ്ങൾ പരത്തുന്നതിന് ഇടവരുത്തുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഫുട്പാത്ത് ആളുകൾക്ക് നടക്കുവാൻ പോലും സാധിക്കാത്ത വിധം മലിനമാണ്. സീസൺ കാലത്ത് പക്ഷികൾ കൂടുകൂട്ടുന്ന കളക്ടറേറ്റിന് സമീപത്തെ പാഴ്മരങ്ങളുടെ ഏതാനും ചില്ലകൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മുറിച്ചുമാറ്റിയിരുന്നെങ്കിലും ഈ സീസണിലും പക്ഷികളുടെ ശല്യം കുറഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിൽ വിദഗ്ധരെ കൊണ്ട് പഠനം നടത്തി വിഷയത്തിൽ ശാസ്ത്രീയ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ആരോഗ്യമന്ത്രിക്ക് അയ്യന്തോൾ ജനകീയ സമിതി കൺവീനർ ജെയിംസ് മുട്ടിക്കലിന്റെ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തിലെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ.